നേഴ്സിംഗ് അഡ്മിഷൻ എന്നത് ഒരു ഭാഗ്യപരീക്ഷണമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ അത് തെറ്റാണ്. ഇതൊരു കൃത്യമായ കണക്കാണ്. ഈ കണക്ക് മനസ്സിലാക്കിയാൽ ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇരട്ടിയാക്കാം. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 4000-ന് മുകളിൽ റാങ്ക് കണ്ടാൽ ഉടനെ എനിക്കിനി ഗവൺമെൻറ് സീറ്റ് കിട്ടില്ല എന്ന് വിധി എഴുതി തിടുക്കത്തിൽ പ്രൈവറ്റ് കോളേജിൽ ചേരുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ ഇത് യുക്തിക്ക് നിരക്കാത്ത ഒരു തീരുമാനമാണ്. സ്റ്റേറ്റ് റാങ്ക് മാത്രം നോക്കി അഡ്മിഷൻ സാധ്യത വിലയിരുത്തുന്നത് വലിയൊരു അബദ്ധമാണ്. LBS അലോട്ട്മെന്റിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. നിങ്ങളുടെ ജനറൽ റാങ്ക് 5000 ആണെങ്കിൽ പോലും നിങ്ങളുടെ കാറ്റഗറി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റാങ്ക് ചിലപ്പോൾ 300-ൽ താഴെ ആയിരിക്കും. സീറ്റ് അലോട്ട്മെന്റ് നടക്കുന്നത് ഈ കമ്മ്യൂണിറ്റി റാങ്കും സംവരണ റോസ്റ്റർ സംവിധാനവും അടിസ്ഥാനമാക്കിയാണ്. അതായത് ജനറൽ മെറിറ്റിൽ സീറ്റ് തീർന്നാലും കാറ്റഗറി സീറ്റുകൾ അപ്പോഴും ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് സ്റ്റേറ്റ് റാങ്ക് മാത്രം നോക്കി ഭയപ്പെടരുത്. മുഴുവൻ വർഷങ്ങളിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് യുക്തിപൂർവ്വം പരിശോധിച്ചാൽ ഉയർന്ന റാങ്ക് ഉള്ളവർക്കും ഗവൺമെന്റ് സീറ്റ് കിട്ടിയ ചരിത്രമുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലോജിക്ക് ഉപയോഗിച്ചാൽ ലക്ഷങ്ങളുടെ ഫീസ് ലാഭിക്കാനും സർക്കാർ കോളേജിൽ തന്നെ പഠിക്കാനും സാധിക്കും. എന്നാൽ നിങ്ങളുടെ റാങ്കും കമ്മ്യൂണിറ്റി പൊസിഷനും വെച്ച് ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള സാധ്യത എങ്ങനെ ശാസ്ത്രീയമായി മുൻകൂട്ടി കണക്കാക്കാമെന്ന് അറിയാമോ? വെറും ഊഹങ്ങൾ വെച്ച് കളിക്കാതെ ഡേറ്റ ഉപയോഗിച്ച് അഡ്മിഷൻ പ്ലാൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ കണക്കുകൾ ഉപയോഗിച്ച് അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ നഴ്സിംഗ് എന്ന് കമന്റ് ചെയ്യും. നഴ്സിംഗ് അഡ്മിഷനിലെ കണക്കുകളും കാര്യങ്ങളും ലളിതമായി പഠിക്കാൻ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്.